അല്ല, അങ്ങനെ ഞാനത് പറയുന്നത് വളരെ മോശപ്പെട്ടൊരു ഏർപ്പാടല്ലേ. അല്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ല, അതൊക്കെ അവര് ഒരു മിനിറ്റ് അല്ല, അതില് ഞാൻ എൻ്റെ നയം വ്യക്തമാക്കാം. അതിലെൻ്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി അവരെ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ്. അവരെന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയാണ്. അതേ അർത്ഥത്തിൽ അത് തിരിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരത്തിനും എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനും അത് യോജിക്കാത്തത് കൊണ്ട് ആ ആളുകളെ നമ്മളതിൽ വെളിപ്പെടുത്തുന്നില്ല. ഇത്രയും പറയാലോ, CPM-നുള്ളിൽ തന്നെ പിണറായിക്കെതിരെ നീക്കം ഉണ്ടാകണമെന്ന ആഗ്രഹമുണ്ടായി. അതിന്റെ ഒരു വക്താവായ അതിന്റെ ഒരു താങ്കളെ ചുമതല ഏൽപ്പിച്ചു വിടുകയായിരുന്നു, അങ്ങനെ പറഞ്ഞു. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറ്റാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ, അങ്ങനെയാണല്ലോ വന്നത്. പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞു. താങ്കൾ നേരത്തെ ഉന്നയിച്ച ഇതുപോലെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നേരത്തെ വാടകയ്ക്ക് പറഞ്ഞതുപോലെ സമാനമാണെന്ന് ആളുകൾക്ക് തോന്നില്ലേ? അതിനു മുമ്പ് കേട്ടില്ല ക്വസ്റ്റ്യൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കാര്യത്തിൽ മാപ്പ് പറഞ്ഞു. ഇപ്പോൾ P ശശിയെതിരെ അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള ഇപ്പോഴുള്ള തുറന്നു പറച്ചിൽ ഇത് UDF-ലേക്ക് എത്താനുള്ള ഒരു വഴിയാക്കി താങ്കൾ കാണുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയ തെറ്റു പറയാൻ പറ്റും? തെറ്റു പറയാൻ പറ്റില്ല. അവരങ്ങനെ വിചാരിക്കട്ടെ, അതിനെക്കൊണ്ട് കേട്ടില്ലല്ലോ. അവരെ വിചാരം മാറ്റാൻ പറ്റില്ലല്ലോ. ഓരോരുത്തർ ചോദിച്ച കൺഫ്യൂഷൻ. ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് താങ്കൾ വളരെ സമുന്നത മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് ആവർത്തിക്കുകയും ചെയ്തത്? ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുകയാണ്. പറഞ്ഞ ആരോപണങ്ങളൊക്കെ പോട്ടെ, ഞാൻ ഡോക്യുമെൻ്റ് കൊടുത്ത കാര്യമാണ്, വിജിലൻസിന് കൊടുത്ത ഡോക്യുമെൻ്റാണ് ADGP അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനം. ആ ഫയല് വിജിലൻസ് ഡയറക്ടർ മാറ്റിയിരിക്കുകയാണ്. ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും, ജയിലിലും പോകേണ്ടി വരും. ഞാൻ കൊടുത്ത ഡോക്യുമെൻറ്റിനെ വളച്ചൊടിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹം മടക്കിയത്. അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന് സമാധാനം പറയേണ്ടിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞാണ്, ആരാണോ ഇതിൽ കളിക്കുന്നത് ആ ബാക്കിയുള്ള തെളിവ് വെച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ. ഹൈക്കോടതിയിൽ ഞാൻ പോകും, ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നു പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുത്ത വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ട് ഡയറക്ടർ മടക്കിയിരിക്കുന്നത്. പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് വ്യക്തമാകുമ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഏറ്റവും സമുന്നതരായിട്ടുള്ള ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചതെന്നും അവർ നൽകിയ പിന്തുണയാണ് അതിനൊരു ശക്തി പകർന്നതെന്നും പറയാമോ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. ഒരു മിനിറ്റ്, നിങ്ങളെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അല്ല, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അവരുപയോഗിച്ച വാക്ക് ഉന്നത ശ്രേണിയിലുള്ള നേതാക്കന്മാരെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ശ്രേണിയിലുള്ള ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഈ പണിക്ക് ഞാൻ ഇറങ്ങുമോ? അത്ര വിവരക്കേടൊന്നും എനിക്കില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ല, പേര് മറച്ചു വയ്ക്കുന്നത് എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഒന്ന് പേര് മറച്ചു വയ്ക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകൾ അവരും ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമാണ് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടി വരും. ഒന്നുകിൽ അവരെ തുറന്നു കാട്ടേണ്ടി വരും. രണ്ട്, താങ്കൾക്ക് ശശി വന്നൊരു കാര്യം പറയുന്നു, താങ്കൾ അത് പോയി ദേവസ്വം ഉന്നയിക്കുന്നു സതീഷിനെതിരെ. അതുപോലെ താങ്കളെ കുടുക്കിയതായിക്കൂടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ? അല്ല, ഒരിക്കലും അല്ല. അത് എനിക്കും ബോധ്യപ്പെട്ടല്ലേ. ഞാനതിൽ അങ്ങേയറ്റം പോരാട്ടം നടത്തിയ. മറ്റതിൽ നമ്മൾ ഒരു പോരാട്ടം, ഒരു എൻക്വയറി നടത്തിയിട്ടില്ല. ഞാൻ ADGP അജിത് കുമാറും P ശശിയുമായി ഈ പറയുന്ന സാജൻ സക്കറിയ വിഷയത്തിലാണല്ലോ ഞാൻ ഉടക്കുന്നത്. ആ സാജൻ സക്കറിയ വിഷയത്തിൽ അവരെ ഉടക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് സംതിങ് സംവെയർ ഈസ് റോങ്. അതിനുശേഷമാണ് ഞാൻ വ്യക്തിപരമായി ഈ അന്വേഷണമായി പോകുന്നത്. ഈ അന്വേഷണങ്ങൾ നടത്തി എനിക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ലീഡർഷിപ്പുമായി ഞാൻ സംസാരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് അവർ പറയുന്നത് നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കണമെന്ന്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരുത്തൻ ജയിലിൽ കിടക്കുന്നുണ്ടല്ലോ ഇവിടെ എറണാകുളത്ത്, ബോബി ചെമ്മണ്ണൂർ. എന്താ ചെയ്ത കുറ്റം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളതിലേക്ക് കിടക്കുന്നില്ല. അതിലും വലിയ മാരകമായ കുറ്റം ചെയ്ത, രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരുത്തൻ ഇപ്പോഴും അവിടെ ഇരുന്നിട്ട് വിളമ്പുകയാണ് അല്ലേ? വല്ല നിയമമുണ്ടോ? വല്ല IT ആക്റ്റും ഉണ്ടോ? ആ നിയമത്തിൻ്റെ എല്ലാ നൂലിഴകൾ കീറി മുറിച്ച് സുപ്രീം കോടതിയിൽ ഏറ്റവും ലീഗൽ ഒപ്പീനിയൻ നൽകുന്ന സീനിയർ ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയിട്ട് കൂടിയാണ് കൊടുക്കുന്നത്. ഇന്ന പ്രകാരം ഇവൻ ഇതിന് കുറ്റവാളിയാണ്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്
66F പ്രകാരം അവനെ കേസെടുക്കാം. ആ കേസെടുത്താൽ അത് നോൺ ബെയിലബിളാണ്, അത് IT ടെററിസമാണ് എന്ന് ഡൽഹിയിലെ സുപ്രീം കോടതിയിൽ പോകുന്ന സീനിയർ ലോയർമാർ ഒപ്പീനിയൻ കൊടുത്ത കേസിലാണ് അവന് നടക്കുന്നത്. അപ്പം ഇവിടുത്തെ ഇരട്ടത്താപ്പ് എന്ത് താപ്പാ എന്ന് പറയാം, എന്ത് താപ്പാ പറയാം. അപ്പം ഇതാണ് ഇതിലെ മൊത്തത്തിലുള്ള സ്ഥിതി. നിലമ്പൂരിൽ UDF-നെ നിരുപാധിക പിന്തുണ എന്ന് പറയുന്ന അങ്ങ് സ്ഥാനാർത്ഥികൾ ഉദ്ദേശിച്ചു ഈ ആര്യാടൻ ഷൗക്കത്തിനെ കൂടെ വെട്ടിയിട്ട് പോവുകയാണ്. ആരത് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്? ആര്യാടൻ്റെ മകനാ. ഉള്ളിപ്പം സിനിമയ്ക്ക് എടുത്ത് നടക്കുന്നത് കേട്ടോ. പുതിയ കഴിഞ്ഞ കഴിഞ്ഞ തവണയല്ല, കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചത്. അതിനു മുമ്പ് അതിന് ശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. അല്ല, അതപ്പോൾ നമുക്ക് ആലോചിക്കാന്നേ. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് കാലമായി. സാധാരണ മനുഷ്യരെ കല്യാണത്തിനൊക്കെ കണ്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ഇവിടെ ബാപ്പുട്ടിയുടെ കാണുന്നില്ലല്ലോ. അപ്പോൾ പുള്ളി കഥ എഴുതുകയാണെന്ന് പറയും. കഥ എഴുതുന്നതിന് പെട്ടെന്ന് പുറത്ത് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു. ശ്രേണിയിലുള്ള നേതാക്കളാണ് എന്ന് പറഞ്ഞു. താങ്കൾ ഈ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് പി ജയരാജൻ അടക്കമുള്ള പല നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. താങ്കളെ ഈ ഉന്നത ശ്രേണി എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണൂരിൽ നിന്ന് തന്നെയാണോ? നിങ്ങൾ ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ട് കൂടിക്കാഴ്ച എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഞാനിപ്പോൾ തൽക്കാലം ജയരാജേട്ടനെയും അത് പറഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട ഒരാളെയും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എനിക്ക് വേണ്ട. അതുകൊണ്ടൊരു ക്ഷീണം അവർക്കുണ്ടാണ്. എൻ്റെ ബെനിഫിറ്റ് പോയിക്കോട്ടെ, അവർക്ക് അതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും പദ്ധതിയിൽ സസ്പെൻസ് വയ്ക്കുമ്പോൾ ഏത് നിങ്ങൾ ഏത് ജയരാജനെയാണോ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചത് ആ ജയരാജനെ നിങ്ങൾ കാണുക. ഞാനിതെന്ത് ചെയ്യണം? അല്ല, അതിൽ ആകെ കൺഫ്യൂസ്ഡാണ്, എല്ലാവരും കൺഫ്യൂസ്ഡാണ്. പിന്നെ ആരെയും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രി എന്നെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പുള്ളി രാവിലെ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, ഞാൻ വൈകിട്ട് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവരൊക്കെ എന്നെ കാല് പിടിച്ച് നിങ്ങളിപ്പോൾ പറയല്ലേ നമുക്ക് നോക്കാം, വിൽ ടേക്ക് കെയർ, നമുക്ക് പാർട്ടിയിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ല. എന്നെ കള്ളനാക്കിയിരിക്കണം, ബാക്കിയൊക്കെ സഹിക്കും. ഞാൻ പറഞ്ഞത് മുഴുവൻ അവജ്ഞയോടെ തള്ളുന്നു പി ശശിയെ പറ്റി, കാട്ടുകള്ളനെ പറ്റിയിട്ട്. അതിനർത്ഥം എന്താ? ഞാൻ അതിന് വലിയ കള്ളനാന്നല്ലേ? ADGP അജിത് കുമാർ പൊന്നും മോന്, അദ്ദേഹത്തെക്കുറിച്ച് എന്തായി പറയുന്നത്? അപ്പോൾ അതിൻ്റെയൊക്കെ റിവേഴ്സ് മീനിങ് എന്താ? ഞാനാണ് ഈ പറഞ്ഞ മുഴുവൻ കള്ളൻ. പിന്നെ എനിക്കെന്താ ആകാശം ഭൂമി നോക്കേണ്ട കാര്യമുണ്ടോ? നമ്മളൊരു വളരെ സതുദ്ദേശത്തിൽ ഇറങ്ങിയ ഒരു വിഷയത്തിൽ എന്നെ ഒരൊറ്റ അടിക്ക് അടിച്ചിടാം. പിന്നെ പറഞ്ഞു എന്താണ്, ഗവർണർ കേസ് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, മറ്റേ ഫോൺ ചോർത്തൽ അതും വരുന്നുണ്ട്, ഇങ്ങനെ ഭയപ്പെടുത്തൽ. ഇപ്പോൾ പിടിച്ച് ജയിലിലിട്ടല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇന്നത്തോടു കൂടി എന്താ എല്ലാ പ്രിവിലേജും പോവാണ്. പലരും പറഞ്ഞതാ. ഞാൻ എന്താ പറയുക, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിലും കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഒരു പ്രിവിലേജിൻ്റെ പുറത്തുള്ള ഒരു പ്രൊട്ടക്ഷനും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ 1.5 കോടി മലയോര മേഖലയിലെ ജനങ്ങൾക്ക് എൻ്റെ ഈ രാജി കൊണ്ട് ഈ നിയമസഭയിൽ വരുന്ന ഈ ബില്ല് പിൻവലിക്കപ്പെട്ടാൽ അത് മതി എനിക്ക്. എൻ്റെ ഞാൻ പറയട്ടെ, എൻ്റെ 45 ഞാൻ 9ാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ലീഡറായി 1979 തുടങ്ങിയ പൊതുപ്രവർത്തന. ആ 45 കൊല്ലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു അസറ്റ് എന്ന് പറയുന്നത് ഈ 3 അക്ഷരമായിരുന്നു. ആ 3 അക്ഷരമാണ് ഈ 1.5 കോടി ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത്. അതിലെനിക്ക് ഒരു പേടിയില്ല. താങ്കൾ പി ശശി പറഞ്ഞിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൂടെ താങ്കൾ ഒരു ചാകറായി മാറുകയാണ് ചെയ്തത്. മാത്രമല്ല ആ അത്തരത്തിലുള്ള രാഷ്ട്രീയ താങ്കൾ ഈ നവമാധ്യമങ്ങളുടെ മറ്റും വലിയ തോതിലുള്ള CPM-ന് വേണ്ടിയുള്ള അധിക്ഷേപങ്ങൾ താങ്കൾ നടത്തുകയും ചെയ്തു. ഇതിലൊക്കെ ഇപ്പോൾ ഖേദമുണ്ട്. ഒന്നുകൂടെ ചോദിച്ചാൽ എൻ്റെ മൈൻഡോടെ പോയി. താങ്കളൊരു ചാവേർ എന്ന കണക്കാണല്ലോ ശശി എഴുതിയിട്ടുന്ന ടൈപ്പ് ചെയ്തെന്ന സാധനം വിളിച്ചു പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെതിരെ. അത് മാത്രമല്ല താങ്കൾ CPM-ന് വേണ്ടി ഈ സൈബർ ഹാൻഡിലൂടെ വലിയ തോതിലുള്ള ആക്രമണങ്ങളോ അധിക്ഷേപങ്ങളോ അഴിച്ചുകൂടുകയും ഇതൊക്കെ ഇപ്പോൾ ഖേദമുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ ഈ കാര്യത്തിൽ എനിക്ക് ഖേദമുണ്ട്. ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ വിഷയം അതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സംഗതി. മറ്റതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്താ പറയുക, നമ്മൾ ആ ഘട്ടത്തിൽ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്.
അതിലൊന്നും വേറെ ആരുടെയും ഒരു ഇൻഫ്ലുവൻസ് ഇല്ല. എനിക്ക് എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ ആ കാര്യങ്ങൾ അന്ന് പ്രതികരിച്ചത്. പിണറായി വിജയനെതിരെ വലിയൊരു ആരോപണം ഉന്നയിച്ച് എന്തിനാ പ്രവേശിക്കാൻ ഏതാണ്ട് താല്പര്യം പ്രകടിപ്പിച്ചത് പരസ്യമായി. അതിനേതെങ്കിലും UDF പ്രധാനപ്പെട്ട നേതാക്കൾ CPM-മായി താല്പര്യമുള്ള ബന്ധമുള്ള ഏതെങ്കിലും നേതാക്കൾ തടസ്സമായി നിന്നോ? ആരും ഒന്നുമില്ല. തിരുവനന്തപുരത്ത് നേതാക്കളെ കാണാൻ വന്നിരുന്നല്ലോ. അത് കൂടിക്കാഴ്ച ഉൾപ്പെടെ നടന്നില്ല നിങ്ങളല്ലേ പറയുന്നത്? UDF-ലേക്ക് എടുക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, അറിയിച്ചിട്ടില്ല. അപ്പോഴേക്കും താങ്കൾ നിലമ്പൂരിൽ പൂർണ്ണ പിന്തുണ UDF-നാണ് എന്ന് പറയുന്നു. പക്ഷെ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കും. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ കാര്യവും എൻ്റെ പാർട്ടിയുമായി ആലോചിച്ച് നമ്മുടെ പാർട്ടി നിലപാടിൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ആ നിലപാടാണ് നമ്മൾ പറയുന്നത്. UDF ആണ് UDF-ന് നിലപാട് എന്താ പറയുക വിവരിക്കേണ്ടത്. അതിലിപ്പോൾ എനിക്ക് ഇടപെടാൻ പറ്റില്ലല്ലോ. നമ്മൾ നിരുപാധിക പിന്തുണ ജയിലിൽ നിന്ന് ഇറങ്ങിയ അന്ന് നിരുപാധിക പിന്തുണ കൊടുത്ത് ഈ പിണറായി സത്തെ കേരളത്തിൻ്റെ മണ്ണിൽ അവസാനിപ്പിക്കാൻ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. 123 സീറ്റിലാണ് അന്ന് UDF ലീഡ് ചെയ്തത് 2019. ആ 123 നിയമസഭാ മണ്ഡലം കേരളത്തിൽ UDF ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 26-ലെ തെരഞ്ഞെടുപ്പിൽ നേടുന്ന രാഷ്ട്രീയ പ്രക്രിയക്ക് അണ്ണാരക്കണ്ണനും എന്താ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. നിലമ്പൂരിൽ ഈ പറയുന്ന ജോയി അവിടെ നിർത്തി മത്സരിപ്പിച്ചാൽ നിങ്ങൾ എഴുതി വെച്ചോ, 30,000 തൊട്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് ജോയി ജയിച്ച് കയറുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിലമ്പൂർ ഞാൻ രാജിവെച്ച ഒഴിവില്ല. അപ്പൊ അവിടെ എനിക്ക് ചെറിയൊരു സേ ഉണ്ടാവും. അങ്ങനെ കിട്ടിയാൽ മതി. ഇനി വരണമെങ്കിൽ എന്തായാലും കത്ത് കൊടുക്കണം. കാരണം മുന്നണി ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, പക്ഷെ മുന്നണി ചില മര്യാദകളുണ്ടാവും. അപ്പോൾ അത് നൽകുമോ? അത് ആദ്യമേ എനിക്ക് സ്പീക്കർ എൻ്റെ രാജി സ്വീകരിക്കണം. രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൃണമൂൽ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, കാരണം ഇങ്ങനെ ഒരു ലീഗൽ ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട്. അപ്പോൾ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സ്പീക്കർ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് സ്വീകരിക്കും. മെമ്പർഷിപ്പ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ലീഡർഷിപ്പുമായി കൂടി ആലോചിച്ചിട്ട് എന്ത് വേണമെന്നൊരു ആലോചന നടത്തും. ആ ആലോചനയിൽ കത്ത് കൊടുക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ആ കത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ UDF-ന് കൊടുക്കും. കുറച്ച് പ്രയാസമായിരിക്കും. ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ ഒരു മിനിറ്റ് ഇനി അല്ല, അപ്പം ഇനി ഞാൻ പിന്തുണച്ചാൽ തന്നെ എനിക്കേതായാലും അവിടെ വോട്ടില്ല. എനിക്ക് കർണാടകയിലാണ് വോട്ട് ചെയ്യേണ്ട എൻ്റെ ആളുകൾ അവിടെ ഉണ്ടല്ലോ. അതെന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അദ്ദേഹം കഥ എഴുതണം. എന്തിനാ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നത്? അയാൾ കഥ എഴുതുകയാണ്. പ്ലീസ്. അല്ല, അതൊക്കെ നമുക്ക് അപ്പം ആലോചിക്കാന്ന്. അതെ, എനിക്ക് ഇനിയുള്ള ഇപ്പം പറയാം, ഒരു ഇലക്ഷനിലേക്ക് ഇനി പോകണമെങ്കിൽ നാളെ രാവിലെ തൊട്ട് ഞാൻ അതിൻ്റെ പണിക്കിറങ്ങണം. എനിക്ക് എൻ്റെ സ്ഥാനം ഉറപ്പിക്കാനാണെങ്കിൽ ഇപ്പം എൻ്റെ സ്ഥാനം കൈവിടേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ ഉദ്ദേശം ഈ 140 മണ്ഡലങ്ങളിലെ ഈ വനമേഖലയിൽ പ്രത്യേകിച്ചും ഈ 10-60 നിയമസഭാ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് 100 കണക്കിന് കർഷക സംഘങ്ങളുണ്ട് അവിടെ. SC ST വിഭാഗം, ST വിഭാഗം, ഒരുപാട് സംഘടനകളുണ്ട്. ഇവരെല്ലാം ക്രോഡീകരിക്കുന്ന ഒരു രാഷ്ട്രീയ ഓട്ടത്തിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ നിലമ്പൂർ പോയി നിൽക്കണമെങ്കിൽ 3 മാസം അതിന് ഇനി മെനക്കെടണം. സമയമല്ല ഇവിടെ. ഞാൻ ഈ പറഞ്ഞ 481 ദിവസമേ ഉള്ളത്. ഓരോ ദിവസവും വാരിയബിളാണ്. അപ്പോൾ 2019-ലെ 123-ലേക്ക് UDF-നെ ഉയർത്തിക്കൊണ്ട് വരികയും 17-ലേക്ക് ഇവിടുത്തെ LDF-നെ താഴ്ത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ വലിയ മഹാനായിട്ടല്ല പറയുന്നത്. അതേ പറഞ്ഞാൽ അണ്ണാരക്കണ്ണന് എന്താ ചെയ്യാൻ പറ്റുക? ഈ 63 മണ്ഡലം നിങ്ങളൊന്ന് പരിശോധിക്കണം. 2011, 2016, 2021 ഈ 3 നിയമസഭയെ നിങ്ങളെടുത്താൽ 63 സീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് CPM-ൻ്റെ കയ്യിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറ്റമില്ലാതെ. ഈ 61 സീറ്റിൽ 22 സീറ്റ്, 63 സീറ്റിൽ 22 സീറ്റ് 6250 വോട്ടിന് താഴെയാണ് CPM ജയിച്ചിട്ടുള്ളത്. അതിൽ 300 വോട്ട് വരെയുണ്ട് നമ്മളെ കുറ്റിയാടി. അപ്പോൾ അവിടെ ഒരു 5000 വോട്ട് ഈ പറയുന്ന 23 മണ്ഡലങ്ങളിൽ പുതുതായിട്ട് UDF-ന് പിടിക്കാൻ കഴിഞ്ഞാൽ ആ 23 CPM-ൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുപോലെയുള്ള വേറെ ചില മണ്ഡലങ്ങളുണ്ട്.
ഒരു 15-20 മണ്ഡലങ്ങൾ. അവിടെയൊക്കെ പ്രത്യേകമായൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി UDF പ്ലാൻ ചെയ്യാൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ അത് കിട്ടും, ഇങ്ങനെ പോയാൽ ഇത് കിട്ടുമെന്നുള്ളത്. ഇവിടുത്തെ ഒരുപാട് സാമുദായിക സംഘടനകൾ, ചെറുകിട സാമുദായിക സംഘടനകൾ, സാമൂഹിക സംഘടനകൾ, പഞ്ചായത്ത് തലത്തിലുള്ള ചില V4 ദിസ് പഞ്ചായത്ത്, V4 എടവണ്ണ പഞ്ചായത്ത് എന്നൊക്കെ പറയുന്ന സാമൂഹിക സംഘടനകളുണ്ട്. ഇതൊക്കെ വലിയ ശക്തിയാണ്. ഇതൊന്നും ഇവരൊന്നും ആരും കാണാറില്ല. അപ്പോൾ ഇത്തരം സംഘടനകൾ, സോഷ്യൽ ക്ലബ്ബുകൾ, കർഷക സംഘടനകളോടൊപ്പം നിൽക്കുന്ന അല്ലാത്ത യൂത്തിൻ്റെ ക്ലബ്ബുകൾ, ഇവരൊക്കെ നോൺ പൊളിറ്റിക്കലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം, മലയോര മേഖലയിൽ 10% ആളുകൾ വോട്ട് ചെയ്യാൻ തന്നെ പോകുന്നില്ല. എന്താ കാരണം? ആർക്ക് ചെയ്തിട്ട് എന്താ എന്ന വികാരം അവർ പ്രകടിപ്പിക്കുകയാണ്. അവരെ കണ്ട് അവരോട് സംസാരിച്ച് അവർക്കൊരു ധൈര്യം കൊടുത്ത് അവരെ ഒന്ന് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പണികൾ എടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ പോയിട്ട് തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ ഞാനില്ല. എങ്ങനെ നാലാമത്തെ പാർട്ടി മീൻസ് ആരാ നിങ്ങളോട് പറഞ്ഞ്? DMK ശരി അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. DMK വാട്ട് യു സെഡ് ഈസ് കറക്റ്റ്. DMK കഴിഞ്ഞതിന് ശേഷം തൃണമൂലായിട്ടാണ്. DMK തന്നെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഉദ്ദേശിക്കുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. നമ്മളെ തൊട്ടടുത്ത സ്റ്റേറ്റാണ്. 25 ലക്ഷത്തോളം മലയാളികൾ അവിടെ ജീവിക്കുന്നുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി മനുഷ്യന് എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ? അത് നമുക്കൊരു സമ്മിശ്രമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് കേരളത്തിലെ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കും ഗുണകരമാകും, പൊളിറ്റിക്കലി ഞങ്ങൾക്കും ഗുണകരമാകും. ആ ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നു. അതിന് ബോംബിട്ടത് പിണറായിയാണ്. എനിക്ക് പല ഉറപ്പും നൽകിയിട്ടുണ്ട്. ഇപ്പൊ പറയാൻ വയ്യ. മമതന്റെ കൂടെ ആകുമ്പോൾ പുള്ളിക്കാരി എന്നെ പറയുന്നത് എനിക്ക് നോമിനേഷൻ എന്താ പറയാ, ഇത് തരുന്ന മെമ്പർഷിപ്പ് തരുന്ന ദിവസം അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കേരളത്തിന്റെ എന്താണ് എന്നുള്ളത് അവർ വിവരിക്കും. രാഷ്ട്രീയ ഉദ്ദേശം പിണറായി സത്തെ പൊളിക്കുകയാണല്ലോ. അതെ. അങ്ങനെയാണെങ്കിൽ CPM-ന് ഈ പിണറായിക്ക് വരെയുള്ള മൂവ്മെന്റിൽ പങ്കെടുത്ത ആളുകളുടെ പേര് വെളിപ്പെടുത്തി താങ്കൾക്ക് എന്താ തടസ്സം? അല്ല, അതിപ്പോ തടസ്സമുണ്ട്. ഞാനും ചോദിക്കട്ടെ, ഇതെല്ലാം കൂടെ അപ്പം പറഞ്ഞു ഇനി വാർത്ത വേണ്ടത് ഒറ്റടിക്ക് അല്ലല്ല. ഇപ്പോൾ അത് വെളിപ്പെടുത്തുകയില്ല എന്ന മാനസികാവസ്ഥയിലാണ് ഞാനുള്ളത്. അല്ല, പിന്നീട് എൻ്റെ മാനസികാവസ്ഥ മാറ്റുന്ന പണി അവരെടുത്താൽ ഇനി വേറെ പലതിനും വരാണ്ട്. അവർക്ക് ഇനി സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരൊക്കെ കാര്യം തന്നെ എന്താവില്ല എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ അതെ, മലയോര വിഷയത്തിൽ ഞാൻ അന്നേ പറഞ്ഞില്ല, ആര് യാത്ര നടത്തിയാലും ആര് സമരം നടത്തിയാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. അത് അവിടുന്ന് P ജയരാജ് അല്ല, അതൊക്കെ ഇവിടെ റെക്കോർഡുണ്ട്. നമ്മളെ റെക്കോർഡിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾ ജയരാജ് എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോ അല്ലേ നിങ്ങൾ ചോദിച്ചില്ലേ? അല്ല, എന്റെ പോക്കറ്റിലായിരുന്ന സാധനം ഇവിടെ ഉണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? പിന്നെ 2 ദിവസം ഒരു ഫോണേ എടുത്തില്ലാന്ന്, പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല, നിർത്തി. 3-ാം ദിവസം തൊട്ട് ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ 48 മണിക്കൂറാണ് ട്രൈ ചെയ്ത്. പിന്നെ ഫിനിഷ്. പിന്നെ എന്തിനാ നമ്മൾ വിളിക്കുന്നത്? നമുക്കിത് മനസ്സിലായില്ലേ? ഒരു പോൾ ബ്യൂറോ അംഗമുണ്ട് ഏറനാട് പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഈ നാട്ടിലേ ഉള്ള ആളല്ല. ആരെ? അതൊക്കെ ഇപ്പൊ എങ്ങനെയാ പറയാ? അല്ല, ഇപ്പോഴത്തെ ഇഷ്യൂ എന്താണ്? ഇപ്പോഴത്തെ ഇഷ്യൂ സഖാവ് പിണറായി സത്തെ താഴെ ഇറക്കുക എന്നാണ്. ദാറ്റ് ഈസ് ദ ഓൺലി അജണ്ട ഇൻ ഫ്രണ്ട് ഓഫ് മീ. അല്ല, എനിക്കൊരു സീറ്റിൽ അല്ല, ഒരു മിനിറ്റ്. എനിക്ക് വിജയിക്കാനാണെങ്കിൽ ഇപ്പൊ തന്നെ രാജിവെക്കേണ്ട കാര്യം ഇവിടെ ഇരുന്നാ പോരെ? ഏത്? അത് നമുക്ക് പറയാം. താങ്കൾ ഈ ഉന്നത ശ്രേണിയിലുള്ള നേതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞ മീൻ ലോറി അടക്കമുള്ളവ പ്രതിപക്ഷ നേതാവിന്റെ ഞാൻ മീൻ ലോറി ഞാൻ എന്റെ നിലമ്പൂരിൽ കൊടുക്കുന്ന ലോറിയല്ല, ഇവര് എഴുതി തന്ന ലോറിയാ. മനസ്സിലല്ലേ? ആ എഴുതി തന്ന കാര്യം ഞാൻ പറഞ്ഞത്.
ലോറി അന്വേഷിച്ച് ഞാൻ അങ്ങോട്ടാ പോകേണ്ടത്? അത് പോകേണ്ടിരുന്ന വിജിലൻസ് ആണ്. ആരെങ്കിലും അല്ല എഴുതി തന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എഴുതി തന്നത്. ആ പാർട്ടിയുമായി ആലോചിക്കാതെ എങ്ങനെയാണ് സ്പീക്കർ എനിക്കത് പെർമിഷൻ തരുന്നത്? എങ്ങനെ സ്പീക്കർ ഞാൻ ഒരു വാറോല എഴുതി കൊടുത്താൽ സ്പീക്കർ പെർമിഷൻ തരുമോ? സ്പീക്കർ പെർമിഷൻ തരുന്നത് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിട്ടല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കാത്ത എന്താ? അല്ല, പി ശശിയോട് തെളിവൊക്കെ അത് വിജിലൻസിൽ വരുന്നതോട് കൂടിയിട്ട് MLA അത് ആ കാര്യങ്ങളാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. എനിക്കപ്പോൾ അദ്ദേഹം പറയുമ്പോൾ ഒരു 75% എനിക്ക് ബോധ്യമുണ്ട്. 75% ബോധിച്ചുകൊണ്ട് തന്നെയാണ്. 25% ചിലപ്പോൾ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകും, വേറെ വല്ലതും ഉണ്ടാകാം. അതിലപ്പുറം ഇതിനൊരു സാധ്യത അപ്പോഴും ഞാനും എൻ്റെ മനസ്സിലാക്കുന്നു. ഏതാ? അതിപ്പോൾ 200%. ആ പലിശയും കൂടി ചേർത്തിട്ടാ. ലീഗ് പൊതുവിലൊരു സോഫ്റ്റ് പാർട്ടിയാണല്ലോ, നമുക്കറിയാലോ. അല്ലേ? ലീഗ് ഒരിക്കലും ഒരു ഹാർഡ് പാർട്ടി ആയിട്ടില്ല. ലീഗ് ഈസ് എ സോഫ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടി. അവരുടെ എല്ലാ വിഷയത്തിലും അവരുടെ ഒരു നിലപാടതാണ്. ഇപ്പോൾ മിനിയാന്ന് ബഹുമാനപ്പെട്ട ക്ലീമിയസ് തിരുമേനി വരെ അവിടെ ഉണ്ട്. അപ്പോൾ ലീഗിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഇങ്ങനെയാണ്. അപ്പോൾ ആ ലീഗിനെയും ആ തങ്ങളെയാണ് ഇപ്പോൾ പിണറായി വർഗീയവാദിയാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. RSSകാർ പറയില്ല, RSSകാർ. അത് നമുക്കറിയുന്ന പൊളിറ്റിക്കലി ആ ഘട്ടത്തിൽ അവരോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോഴും രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ മുസ്ലിം ലീഗിനോട് നിൽക്കുമ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വ്യക്തികളെ ആ ഒരർത്ഥത്തിൽ നമ്മൾ ബഹുമാനിക്കണ്ടേ? അങ്ങനെ ബഹുമാനിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയെ മുസ്ലിം ലീഗിനെ RSSുമായും STPയുമായും ജമാഅത്ത് ഇസ്ലാമുമായി കൂട്ടിക്കെട്ടാനുള്ള ഈ വെപ്രാളം എന്നാ തുടങ്ങിയത്? ഈ പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ടോട് കൂടിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ മുമ്പ് ഇങ്ങനെ മെല്ലെ പറയുള്ളൂ. പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതോട് കൂടിയിട്ട് എന്തായി? മുസ്ലിം ലീഗും അതും പോട്ടെ, ഈ പറയുന്ന ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളടക്കം എന്തായി? വർഗീയവാദിയായി. അതിനെന്താ പറയുന്നത്? ഒന്നുകൂടി അടിവരടുന്നത് ശിഹാബ് തങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. ആ ഒരു ലെവലിലേക്ക് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ആ ചോദ്യം, മുസ്ലിം ലീഗ് ഈസ് എ സോഫ്റ്റ് പാർട്ടി. അതുകൊണ്ട് അവർക്ക് എല്ലാവരോടും ഒരു സോഫ്റ്റ് നിലപാടാണ്. അവർ എന്നോടും ആ സോഫ്റ്റ് നിലപാട് എടുക്കുന്നുണ്ട്. താങ്കൾക്ക് പിന്തുണ നൽകിയ CPMന്റെ നേതൃത്വത്തിൽപ്പെട്ടവര് പിന്നീട് മുഖ്യമന്ത്രിക്കെതിരെ താങ്കൾ പറഞ്ഞതിന് ശേഷം താങ്കളുടെ വിമർശകരായി രംഗത്ത് വന്നിട്ടുണ്ടോ? അതിന് ധൈര്യം വന്നിട്ടില്ല. ഒരാളുമുണ്ട് അതിന് അങ്ങനെ ആരും പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അത് പറയുമ്പോൾ നമുക്ക് നോക്കാം. അയാൾ സാധുവാണ്. വിജയരാഘവൻ സഖാവിനെതിരെയൊന്നും ഞാൻ വ്യക്തിപരമായിട്ട് ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിലമ്പൂർ സ്ഥാനാർത്ഥി ആരാണെന്ന് UDF തീരുമാനിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് പറയുന്നു. ഞാനും ജോയും ഒരുമിച്ച് പ്രവർത്തിക്കും, ഞങ്ങൾക്കിടയിൽ തർക്കമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ അവിടെ UDF ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. മൂപ്പര് കഥ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് എത്തിയോ നാട്ടിൽ? എന്തെങ്കിലും അയാൾ ചെയ്യുന്ന ജോലി ചെയ്തോട്ടെ. ആ കാര്യം നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് റെസ്പെക്ട് ചെയ്യണല്ലോ. ആ കാര്യത്തിൽ പുള്ളി നല്ല കലാകാരനാണ്. ഇത് എഴുത്തിൽ അപ്പം അത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ അത് തെറ്റായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈ നിലമ്പൂരിന്റെ കാര്യം വരുമ്പോൾ അവിടെ ഷൗക്കത്തിനെതിരെ പറയുന്നു, അവിടെ ആര് സ്ഥാനാർത്ഥിയാകണമെന്ന് തീരുമാനിക്കുന്നു. അവർ മുന്നണിക്ക് അകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ പരസ്യമായി പറയുന്നത് ശരിയാണോ? അല്ല, ഞാനത് പറഞ്ഞു. എനിക്കൊരു ചെറിയ സേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ റിക്വസ്റ്റഡ് ഡിമാൻഡ് എന്നാണ് ഞാൻ വാക്കുപയോഗിച്ചത്, അല്ലേ? ഇറ്റ്സ് എ റിക്വസ്റ്റ്. അത് കൺസിഡർ ചെയ്യേണ്ട ആരാണ്? UDF ലീഡർഷിപ്പാണ്. സ്വാഭാവികമായും മലയോര മേഖലയിലെ വിഷയം ഏറ്റെടുക്കേണ്ട ആ സമുദായത്തെ ഒരംഗം കൂടിയാണ് അദ്ദേഹം. ഈ 73 മെമ്പർമാരിൽ, അസംബ്ലി മെമ്പർമാരിൽ 3 ആളുള്ളത് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ഏകദേശം മലബാറിൻ്റെ ഈ പറയുന്ന മലയോര മേഖല നമ്മൾ എടുക്കുകയാണെങ്കിൽ 30% ഉണ്ടാവും ക്രൈസ്തവ കമ്മ്യൂണിറ്റി. അപ്പോൾ ഇത് അനുഭവിക്കുന്നവർക്കേ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എന്താ സണ്ണി ജോസഫ് നിൽക്കാതെ പറയല്ലോ എല്ലാ സമ്മേളനത്തിലും. കാരണം പുള്ളിക്ക് അവിടെ ജീവിക്കാൻ വയ്യ. പുള്ളിക്കത് അറിയാം. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ആ നടക്കുന്ന പീരീഡിൽ എന്ത് പ്രസംഗം സണ്ണി ജോസഫ് നടത്തുകയാണെങ്കിലും അദ്ദേഹം ഇത് കൂട്ടിഘടിപ്പിക്കാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ഈ ഇഷ്യൂ ഉന്നയിക്കുന്ന ആളാണ്. അതുപോലെയുള്ളൊരു വ്യക്തിയാണ് ജോയ്. എനിക്കറിയാം. അൻവർക്ക ഈ വീട് വിറ്റ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് വിറ്റ് പോയി എവിടെയും പോവാം. ഈ സാധുക്കൾ എവിടെ പോകും? അതുകൊണ്ട് നമ്മൾ സഹിച്ച് നിൽക്കുക. കുട്ടികളെ ഇപ്പോൾ ഹോസ്റ്റലിലാക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. ഇപ്പോൾ ഒരു 6 മാസം മുമ്പ്, ഞാൻ ഈ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ജോയ് എന്നോട് പറഞ്ഞിട്ടില്ല നമ്മളിതിൽ എന്ത് ചെയ്യും എന്നവർക്ക. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അങ്ങനെ ഒരു മനസ്സ് ജോയിക്കുണ്ടല്ലോ.
ആ നിലക്കൊരു റിക്വസ്റ്റ് ഡിമാൻഡാണ്. ഈ കഥ എഴുതുന്ന ഷൗക്കത്തല്ലേ അവിടെ പലസ്തീന് വേണ്ടിയിട്ടുള്ള ആ വിഷയത്തിൽ വലിയ സമ്മേളനമൊക്കെ നടത്തിയത്? അതിനുശേഷമുള്ള ആകെ ബോംബിട്ട് പൊളിച്ചില്ലേ പലസ്തീന്? എന്താ സ്ഥിതി? ആ സമരത്തിന് ശേഷം പലസ്തീൻ വല്ല ബാക്കിയില്ല. അത് പിണറായി പറയില്ലേ പലസ്തീനിലേക്ക് നോക്കൂ അല്ലേ? അതൊക്കെ ഈ ഒരു നമ്പറിന്റെ ഭാഗം എന്നല്ലാതെ എന്ത്? ഇതൊക്കെ മനുഷ്യർക്ക് അറിയില്ലേ? നേരത്തെ എന്തൊക്കെ കഴിഞ്ഞു പോയി മാഷെ, നമ്മളിപ്പോഴത്തെ പറയാം. അല്ല അതൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അല്ല ആ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ആ അന്വേഷണത്തിൽ വസ്തുതയുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണല്ലോ ഈ പറയുന്ന വിജിലൻസ് ഡയറക്ടർ അവരുടെ റിപ്പോർട്ട് തള്ളിയത്. ഈ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഉന്നത ശ്രേണിയിലുള്ള പാർട്ടി നേതാക്കളുടെ അറിവുകളുടെ ആവശ്യപ്രകാരം. പക്ഷെ അഴിമതി ആരോപണം കറക്റ്റ് ആയിരുന്നില്ല, വെറുതെ അടിക്കുകയായിരുന്നു. ഏത് അഴിമതി ആരോപണം? അല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾ കറക്റ്റ് അല്ല നിങ്ങളെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു ഐ വിൽ ക്ലിയർ യു ദാറ്റ്. ഈ പറയുന്ന മറുനാടനുമായിട്ടുള്ള വിഷയത്തിലാണല്ലോ ഞാൻ ഇവരെ തെറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരൊരു നിലപാടെടുക്കുന്നത്? എന്താണ് ഇവരുടെ പിന്നിൽ? ഇതുപോലെയുള്ളൊരു സാമൂഹ്യ ദ്രോഹിയെ ഇവർ പിന്തുണക്കുമ്പം ഇവരുടെ മാനസിക നിലപാട് പല ഇഷ്യൂവിലും ചില ഡൗട്ടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ അന്വേഷിക്കുന്നത്. ഈ അന്വേഷിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പാർട്ടി ലീഡർഷിപ്പിനോട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട്, ഇതിലിനി എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ ബോധ്യപ്പെടുത്തിയതാണ് ലീഡർഷിപ്പിന്. അപ്പോഴാണ് അവർ പറയുന്നത് ഇനി നിങ്ങൾ പറയണ്ടല്ലോ, നിങ്ങളത് പബ്ലിക്കായി പറയും, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് എൻ്റെ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? മറ്റേത് അങ്ങനെയല്ല. ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ശശിൻ്റെ മറ്റേ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതും ഇതും നിങ്ങൾ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കണം. അത് എനിക്കൊരു ബോധ്യമില്ലാത്ത ഒരു സാധനം എനിക്ക് എഴുതി MLA ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ ഉന്നയിക്കണം എന്ന് പറയാണ്. ഇത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം ഞാൻ പാർട്ടി ലീഡർഷിപ്പിനെ ബോധ്യപ്പെടുത്തിയതാണ്. എത്ര മാഷന്മാരെ ഇല്ലുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും ബംഗാളിൽ കോൺഗ്രസോ CPM ഒരു തരത്തിലും തൃണമൂൽ കോൺഗ്രസുമായി സഹകരിക്കുന്ന പാർട്ടികളല്ല. ആരാ പറഞ്ഞ? അതേ സമീപനം ബംഗാളിൽ ചെയ്യാൻ പറഞ്ഞു. അതേ സമീപനം കേരളത്തിൽ കോൺഗ്രസ് എല്ലാം തുടർന്നാൽ PV അൻവറിനും ഇവിടുത്തെ തൃണമൂൽ കോൺഗ്രസിനും ഇതുപോലെ തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരില്ലേ? അല്ല, അത് തെറ്റാണ്. ഒരു മിനിറ്റിലേക്ക് ആ ക്വസ്റ്റ്യൻ കെ മുരളീധരൻ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് താങ്കളുടെ UDF-ലേക്കുള്ള വരവിനെയും വിമർശിച്ചു. അത് പുള്ളി ആരെയും തെറ്റിദ്ധരിപ്പിച്ചില്ല. കെ മുരളീധരൻ അന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്, ഇന്നും എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്താണ്. അത് നിങ്ങൾ ചോദിച്ചാൽ മതി. ഇപ്പം ഈ പറഞ്ഞ കാര്യം എന്താണ്, അതായത് ത്രിപുരയിൽ കോൺഗ്രസുമായിട്ട് പ്രശ്നമാണല്ലോ എന്ന് ചോദിച്ചത്. സോറി, ബംഗാളിൽ ഈ വിഷയം ഞാൻ അവിടെ സംസാരിച്ചാണ്, അഭിഷേക് ബാനർജിയുമായി സംസാരിച്ചാണ്. അവരതിന് പറഞ്ഞ മറുപടി ഈ പറയുന്ന കോൺഗ്രസ് CPM-മായി യോജിച്ചിട്ടാണ് അവിടെ വന്നത്. CPM-മായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. CPM ഇല്ലാതെ കോൺഗ്രസ് ഒറ്റയ്ക്ക് വന്നിരുന്ന് ഞങ്ങൾ സഹായിക്കുമായിരുന്നു. അപ്പോൾ CPM-നെ കോംപ്രമൈസ് ചെയ്യുന്ന വിഷയമില്ല എന്ന് അവർ തീർത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പറഞ്ഞു, ഈ വരാൻ പോകുന്ന ഇപ്പോൾ ഞാൻ ഈ രാജിവെക്കുന്നതോടുകൂടിയില്ല ബൈ ഇലക്ഷൻ്റെ വിഷയം വരും. അവർ പറഞ്ഞു അവരുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ നിലമ്പൂരിൽ വന്നിട്ട് UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രസംഗിക്കും. ഇതൊക്കെ സംസാരിച്ചിട്ടേ വന്നത്. ഞാൻ ഒന്നും കാണാതെ അന്തം വിട്ട് അങ്ങോട്ട് പോയി അതിലേറെ അന്തം വിട്ട് ഇങ്ങോട്ട് വന്നു നിങ്ങൾ വിചാരിക്കണ്ട. ഞാനിവിടെ വരാനിരിക്കുന്ന എന്താ പറയുക, ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന ഹഡിൽസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്താൽ മഹുവ മൈത്ര ഉൾപ്പെടെയുള്ള മലയാളികൾക്ക് മനസ്സുകൊണ്ടും രാഷ്ട്രീയക്കാർക്ക് വ്യക്തിപരമായും അറിയുന്ന ദേശീയ ലീഡർഷിപ്പ് നിലമ്പൂർ ഇലക്ഷനിൽ UDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വന്ന് പ്രസംഗിക്കും. അതിന് തർക്കമില്ല. ഈ നിലമ്പൂരിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്ക് മാത്രമാണ് മലയോരത്തെ പ്രശ്നങ്ങൾ അറിയുള്ളൂ എന്ന് താങ്കൾ പറയുമ്പോൾ ഇത്രയും നാൾ അവർ പ്രതികരിച്ചത് PV അൻവർ അല്ലേ? അപ്പൊ താങ്കൾക്ക് വിഷയം അറിയില്ലെന്നുള്ളതാണ്. ഞാൻ അറിഞ്ഞ ഒരുപാട്. താങ്കൾക്ക് എന്നെ പറ്റി വല്ലതും അറിയോ? അല്ല, ഒരു മിനിറ്റ്. ഇന്ത്യയിൽ ഈ 2024 ഫെബ്രുവരിയിൽ 972 ഈ ആനിമൽ ആക്ട് അമെൻമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തതാണ് ഞാൻ. ഒരു മിനിറ്റ്. അല്ല, അറിയുമെന്നില്ല, അറിയുന്നോണ്ടാണല്ലോ റിട്ട് ഫയൽ ചെയ്യുന്നത്. ആ റിട്ടിന്റെ കോപ്പി വേണമെങ്കിൽ എൻ്റെ മെയിലുണ്ട് താങ്കൾക്ക്. ഒരു മിനിറ്റ്. അല്ല, പ്രത്യേക സമുദായമാണ് ഇത് അനുഭവിക്കുന്നത്. നിങ്ങളെന്താ പറയുക? മലയോര മേഖലയിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അത് ചേട്ടന്മാരല്ലേ, ഒരു കൈയേറിയ ഭൂമിയിലല്ലേ, അത് അവരനുഭവിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇവിടെ ഉണ്ട്. ഈ മലയോര മേഖല മുഴുവൻ ഡെവലപ്പ് ചെയ്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അവരാണ് സ്കൂൾ ഉണ്ടാക്കിയത്, അവരാണ് കോളേജ് ഉണ്ടാക്കിയത്. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഈ മലബാറിലെ മലയോര മേഖലയിലെ മനുഷ്യന്മാർ വിദ്യാഭ്യാസം നേടിയത്.
ആ സമൂഹത്തെ അവർ പൂളച്ചേട്ടന്മാർ, അവർ കയ്യേറിയ ഭൂമിയല്ല, അവർ അവിടെ വന്ന് കൃഷി ചെയ്ത് ഭൂമി വാങ്ങി കുടിയേറിയവരാ. ആ കുടിയേറിയവരെ കയ്യേറിയവരെന്ന് വിളിക്കാനാണ് സമൂഹത്തിന് താല്പര്യം. അവർ വിഷയം അനുഭവിക്കുന്നുണ്ട്, ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളെ വേണമെന്ന് പറയുന്നത്. എൻ്റെ സാക്ഷിയാണ്. അല്ല, ഞാൻ ചെയ്യും, ഞാൻ ഇനിയും ചെയ്യും എന്നെ കൊണ്ട്. അല്ല, ചെയ്തുകൂടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കാണുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞ അനുഭവങ്ങളാണ് മനുഷ്യനെ പഠിപ്പിക്കാറ്. ആ അനുഭവങ്ങളുള്ള ആ കാട്ടിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഈ ജോയി. ഷൗക്കത്ത് അതിന് അനുഭവം ഉണ്ടോ എനിക്കറിയില്ല, നിങ്ങൾ പുള്ളി പറഞ്ഞോളൂ. താങ്കൾ CPM-ഉമായിട്ട് അകന്നപ്പം ഏറ്റവും കൂടുതൽ താങ്കൾ തിരിച്ച് കോൺഗ്രസിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത് താങ്കളുടെ സുഹൃത്തുകൂടിയായ KPCC പ്രസിഡന്റാണ്. എവിടെയാണ് അതിന് തടസ്സം ഉണ്ടായത്? എന്ത് തടസ്സം? ആരാ? ഞാനിത് എനിക്കിങ്ങനെ റോഡിൽ കൂടെ പോകണമെന്നെ വിളിച്ചിട്ട് വാ അൻവർ UDF ചേരും അറിയാൻ പറ്റുമോ? നിങ്ങളെന്ന് ചോദിച്ചു കത്ത് കൊടുത്തോ? ഞാൻ ഇവരെ കൊടുത്തിട്ടില്ലല്ലോ. കത്ത് കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ പറയല്ലേ, ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്താണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ പറഞ്ഞത്? അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല, കത്ത് കിട്ടിയാൽ ഞങ്ങളത് പരിശോധിക്കുമെന്ന് പറഞ്ഞോ? അത് ശരി. അപ്പൊ വ്യക്തികളൊക്കെ വിളിച്ചിട്ട് വാ നിങ്ങളൊക്കെ UDF ചേർന്നെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരാളും തടസ്സം. എനിക്ക് 2025, 26, 24 ഒറ്റ താല്പര്യമുള്ളൂ, പിണറായി അവസാനിപ്പിക്കുക. നത്തിങ് എൽസ്. അതെന്നോ അന്ന് തന്നെ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പറഞ്ഞത് പൊളിറ്റിക്കൽ DNA ആണ്. എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇനിയിപ്പോൾ അതും ക്ലിയർ ചെയ്യുക. ഞാൻ പറഞ്ഞത് അന്ന് മണ്ണാർക്കാട് പാർലമെൻറ്റ് സീറ്റിലെ ഇലക്ഷൻ പൊതുയോഗത്ത് വെച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പോൾ വാർത്ത വരികയാണ്. എന്താണ് വാർത്ത? എന്താണ് പിണറായി വിജയനെ ED അറസ്റ്റ് ചെയ്യാത്തത്? ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഇഷ്യൂ എന്തായിരുന്നു ഇന്ത്യ മുന്നണി ഉയർത്തിയത്? ഈ പറയുന്ന സോറനെ അറസ്റ്റ് ചെയ്തതും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തൊരു വിഷയം. ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ ഇത് അന്യായമായ അറസ്റ്റാണെന്നും ഇതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എല്ലാവരും ഒരുമിക്കണം എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു എന്നാണ് വാർത്തയിൽ കാണുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ DNA പരിശോധിക്കണം. അത് പൊളിറ്റിക്കൽ DNA പറയുന്നത് പിറ്റേ ദിവസം എന്തായി? അന്ന് രാത്രി തന്നെ വാർത്തയായി. ബയോളജിക്കൽ DNA ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ പിറ്റേ ദിവസം തന്നെ പത്രക്കാരെ വിളിച്ചത് പറഞ്ഞിട്ടുള്ളതാണ്. അത് എയറിലുള്ളതാണ്. ഒരിക്കലും നെഹ്റു കുടുംബത്തിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എന്നുള്ളത് മലപ്പുറം ജില്ലയിലും എന്താ പറയുക കേരളത്തിലും ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ആ കുടുംബവുമായിട്ട് അത്രയും ആത്മബന്ധമുള്ളൊരു ഫാമിലിയാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങളെ ചോദിച്ച സ്ഥിതിക്ക് വീണ്ടും പറയാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിപൂർണമായും അവരോട് ആ ഉണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് വയ്ക്കണം. നമ്മളൊക്കെ കോൺഗ്രസ്, തൃണമൂലും കോൺഗ്രസിനല്ലേ? നീ ഇപ്പോൾ പിണറായി പറഞ്ഞില്ലേ കോൺഗ്രസ് എവിടെ നിന്നാ വന്ന്? നമ്മൾ ബേസിക്കലി വി ആർ കോൺഗ്രസ്. നിങ്ങൾ കോൺഗ്രസ് ആയിട്ടില്ലേ? അല്ലെങ്കിൽ നിങ്ങളെ അപ്പൻ്റെ അപ്പം കോൺഗ്രസ് ആയിരിക്കും അല്ലേ? ആണല്ലോ. ഇവിടെ ഇരിക്കുന്ന ആരെ കോൺഗ്രസ് അല്ലാത്ത EMS കോൺഗ്രസ് അല്ലായിരുന്നോ? AKG കേളപ്പം ആരെ കോൺഗ്രസ് അല്ലാത്തത്? കോൺഗ്രസ് ബ്ലഡ് അല്ലാത്ത ആരല്ലത്? പിന്നുള്ളത് മറ്റേ RSS ബ്ലഡാണ്. ഈ 2 ബ്ലഡല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാധനം ഉണ്ടാവില്ലേ? അതെ. ആ ബ്ലഡ് കയറ്റിയപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റ് അബ്ദുറഹ്മാൻ എടുത്ത പോലെ ഞാൻ മെമ്പർഷിപ്പ് എടുക്കാനൊന്നും പോയിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ CPM-നോട് സഹകരിച്ചത്? രണ്ട് കാര്യമാണ്. ഒന്നെന്താ അവരുടെ സെക്കുലർ മനോഭാവം, രണ്ടെന്താ ആൻറ്റി ഫാസിസ്റ്റ്. അത് രണ്ടും പോയി. RSS, അതായത് RSS-ൻ്റെ കൊടി എന്താ കളർന്ന് പറയാം? കാവിക്കൊടി കെട്ടേണ്ട സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ചെങ്കൊടി കെട്ടിയിട്ട് കാവിയുടെ രാഷ്ട്രീയം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണാധികാരി പിണറായി ആയിരിക്കും. അത് എൻ്റെ കണ്ണിൽ കണ്ടതുപോലെ എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ നിൽക്കും? അതാണ് ഇതിലുണ്ടായ വിഷയം. നമുക്ക് അവസാനിപ്പിക്കാം. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. ബംഗാളി ഒരു അധ്യാപകനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്.